ഇപ്പോൾ പത്തനംതിട്ടയിൽ കറുത്ത ബലൂണും കരിങ്കൊടിയും ഉയർത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പോലീസ് സുരക്ഷ ശക്തമാക്കിയതിനിടയിലാണ് ആകാശത്തെ പ്രതിഷേധം. ശ്രീകുമാരൻ ഒരുങ്ങളും വെച്ചിരുന്നു. ശ്രീത്ത്, എന്താണ് സെക്യൂരിറ്റി കൂടുതൽ ടൈറ്റ് ആകുമ്പോൾ പ്രതിഷേധത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണോ പ്രതിഷേധക്കാർ? ശ്രീത്ത്, അതെ ആഷ്മി, പ്രതിഷേധത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ. കാരണം പത്തനംതിട്ട നഗരത്തിലെ പല മേഖലയിലും ഇപ്പോൾ തന്നെ വലിയ പോലീസ് സന്നാഹം നിലവിലുണ്ട്. പോലീസ് സന്നാഹം പല മേഖലയിലും പിരിമുറുക്കിയിരിക്കുകയാണ്. KSRTCയുടെ മുൻവശത്ത് ശബരിമല ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിൽ അവിടെ നിൽക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് അല്പസമയം മുൻപ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്തായാലും അതിൻ്റെയൊക്കെ ഭാഗമായി ആണ് പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനും മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആകാശത്തേക്ക് അബാൻജിലെ ഒരു കെട്ടിടത്തിന് മുകളിൽ ഒളിച്ചിരുന്നുകൊണ്ട് ആകാശത്തേക്ക് കറുത്ത ബലൂണുകൾ ഉയർത്തി വിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. ആകാശത്തേക്ക് ആ ബലൂൺ വിട്ടുവെങ്കിലും അവരെ ഈ പറയുന്ന പോലെ കരിങ്കൊടി വിട്ടുവെങ്കിലും അവരെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഇനിയും റോഡരികിൽ പ്രതിഷേധം നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും DYFI പ്രവർത്തകർ എന്തായാലും പല മേഖലയിലും ഇപ്പോൾ തന്നെ സംഘടിച്ചു നിൽക്കുന്നുണ്ട്. പോലീസുണ്ട്. സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കാനുള്ള സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാനായാണ് പ്രതിഷേധം മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു കണക്കിന് നല്ലതാണ്. തമ്മിൽ നേരിട്ടുള്ള ഒരു സംഘർഷം ഒഴിവാകുകയും ചെയ്യും, പ്രതിഷേധം അറിയിക്കുകയും ചെയ്യാം. ഹാഷ്മി, എന്തായാലും ബാബു ജോർജ്, സജി ചാക്കോ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ പരിപാടിയിൽ നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള പരിപാടിയിൽ പങ്കെടുത്തത് കോൺഗ്രസിന് കടുത്ത നിരാശയുണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവർക്ക് കടുത്ത നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും പത്തനംതിട്ടയിൽ നവകേരള സദസ്സ് തുടരുകയാണ്. ഇവിടെ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് നേരെ പോയിരിക്കുന്നത് റാന്നിയിലേക്കാണ്. അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. ഹാഷ്മി, ശ്രീകുമാരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കരിങ്കൊടിക്ക് പകരം കറുത്ത ബലൂൺ, ആകാശത്തൊരു കരിങ്കൊടി ഉയർത്തുകയാണ് യൂത്ത് കോൺഗ്രസ്.